സന്താനങ്ങൾ ഒരിക്കലും കാമത്തിന്റെ ഉപോത്പന്നമാകരുത്. പുരുഷനും സ്ത്രീയും നടത്തുന്ന കാമചേഷ്ടയുടെ ഉപോൽപ്പന്നമാകരുത് സന്താനങ്ങൾ. ഒന്നുകൂടി പറയാം, കാമത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആവരുത് സന്താനം. സ്ത്രീക്കും പുരുഷനും കാമചിന്ത ഉണ്ടായി, അവര് പരസ്പരം സമാഗമിച്ചു, ബൈ പ്രോഡക്റ്റ് ആയിട്ട് കുട്ടി ഉണ്ടായിപ്പോയി. എന്ത് ചെയ്യും? ഉപദ്രവമായി. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ അറിയപ്പെടുന്ന ആധ്യാത്മിക ആചാര്യനും മാർഗദർശക് മണ്ഡലത്തിൻ്റെ കേരള ഘടകത്തിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള സ്വാമി ചിദാനന്ദ പുരി അവറുകളുടെ വാക്കുകളാണിത്. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ച സ്വാമിജിയോടാണ് അജ്ഞാനിയായ എൻ്റെ ചോദ്യങ്ങൾ. ഭാരതീയ കുടുംബ സങ്കല്പത്തിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ട്, ഭാരതീയ കുടുംബ സങ്കല്പങ്ങളെക്കുറിച്ച് സ്വാമിയുടെ പ്രഭാഷണം കേൾക്കുവാൻ വേണ്ടിയിട്ട് നേരിട്ട് എത്തിയ ഒരു വേദിയിൽ സ്വാമിയിൽ നിന്ന് ഭാരതീയ കുടുംബ സങ്കല്പത്തിനെക്കുറിച്ച് ഉള്ള പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് പ്രഭാഷണത്തിൻ്റെ ആദ്യം തന്നെ സ്വാമി പറഞ്ഞ കാര്യം ഇതാണ്. സ്വാമി വീണ്ടും വളരെ വ്യക്തമായിട്ടത് ആവർത്തിച്ച് വീണ്ടും പറയുന്നുണ്ട്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള കാമചേഷ്ടയുടെ ഉപോൽപ്പന്നമാകരുത്, ബൈ പ്രൊഡക്റ്റ് ആകരുത് സന്താനങ്ങൾ. ഇവിടെയാണ് ആരാധ്യനായിട്ടുള്ള ചിദാനന്ദപുരി സ്വാമികളോട് വെറും സാധാരണക്കാരനായ ഒരു ഹിന്ദു വിശ്വാസി എന്നുള്ള നിലയിൽ എൻ്റെ ചോദ്യം. കാമത്തിൻ്റെ ഉപോൽപ്പന്നമായിട്ട് കുട്ടികൾ ഉണ്ടായാൽ എന്താണ് കുഴപ്പം? ആ കുട്ടികൾക്ക് എന്തെങ്കിലും കുഴപ്പമുള്ളതായിട്ട് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? കാമത്തിൻ്റെ ഉപോൽപ്പന്നമായിട്ട് ഉണ്ടായിട്ടുള്ള അനേകം കുട്ടികൾ, നൂറുകണക്കിന് കുട്ടികൾ എന്ന് തന്നെ പറയാം, നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുള്ള കുട്ടികൾ ഋഷിവര്യന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരും മുനിമാരും ഭരണ നിപുണന്മാരും രാജാക്കന്മാരും ആയി മാറിയിട്ടുള്ള അനേകം കഥകൾ നമുക്ക് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും തന്നെ കാണുവാനായിട്ട് സാധിക്കും. കൂടുതലൊന്നും അന്വേഷിച്ചു പോകണ്ട. നമ്മളുടെ മഹാഭാരതം രചിച്ച വ്യാസഭഗവാന്റെ ജനനം എങ്ങനെയായിരുന്നു? പരാശരമുനി നദി കടക്കുവാനായിട്ട് പോകുമ്പോൾ പരാശരമുനിയെ നദി കടത്തുന്നത് സത്യവതിയാണ്. സത്യവതിയെ കണ്ട് പരാശരമുനിക്ക് കാമം ജനിക്കുന്നു. വളരെ വ്യക്തമായിട്ട് മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. പരാശരമുനിക്ക് കാമം ജനിക്കുന്നു. അങ്ങനെ ആ കാമത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായ സൽപുത്രനാണ് നമ്മളുടെ വ്യാസഭഗവാൻ. അതുപോലെ ഇനിയും ഈ വ്യാസഭഗവാന്റെ അമ്മയായിട്ടുള്ള സത്യവതിയുടെ ജനനത്തിനെക്കുറിച്ച് നമുക്ക് ഈ മഹാഭാരതത്തിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വ്യാസോൽപത്തി എന്ന ഒരു ഭാഗം തന്നെ മഹാഭാരതത്തിൽ ഉണ്ട്. അവിടെ ഈ സത്യവതിയുടെ ജനനത്തിനെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതും കാമം ആണ് അവിടെയും സത്യവതിയുടെ ജനനത്തിനും കാരണമായിട്ടുള്ളത് എന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. അത് സാധാരണ രീതിയിലുള്ള കാമമല്ല സത്യവതിയുടെ ജനനത്തിൽ പറയുന്നത്. സത്യവതിയുടെ അച്ഛന് കാട്ടിൽ നായാട്ടിന് പോകുന്ന സമയത്ത് അവിടെ വെച്ച് അദ്ദേഹത്തിന് കാമവികാരം ഉണ്ടായി അദ്ദേഹത്തിന് കാട്ടിൽ വെച്ച് സ്ഖലനം സംഭവിക്കുകയും ആ ബീജത്തിൽ നിന്ന് ആണ് സത്യവതി ഉണ്ടാകുന്നത്. അതിന് പിന്നിൽ വേറെ ഒത്തിരി കഥകളുണ്ട്. അപ്പം കാമത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായ സന്താനങ്ങൾക്ക് ഇവിടെ ഒന്നും ഒരു കുഴപ്പവും കാണുന്നില്ല. പിന്നെ ഇതൊന്നും വേണ്ട, നമ്മുടെ ദൈവങ്ങൾ ഉണ്ടായ കഥകൾ നോക്കിക്കേ. നമ്മുടെ എല്ലാം ആരാധ്യ ദൈവമായിട്ടുള്ള അയ്യപ്പൻ ഉണ്ടായത് എങ്ങനെയാണ്? അയ്യപ്പൻ ഉണ്ടായ കഥ എങ്ങനെയാണ് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നത്? എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ക്ഷേത്രമുണ്ട്. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് എൻ്റെ വീട്. ആ ക്ഷേത്രത്തിൽ എന്നും ചൊല്ലുന്ന പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. അന്നു കണ്ടൊരു മോഹിനി രൂപത്തെ ഇന്ദുശേഖരൻ കണ്ടു കാമാർത്തനായി ഉന്നതാമോദമൂടു പുണർന്നുടൻ വന്നു ജാതനായി അയ്യപ്പ പാഹിമാം. വളരെ വ്യക്തമാണ്. അന്ന് കണ്ട മോഹിനി രൂപത്തെ ഉന്നതമായ ആമോദത്തോടുകൂടി കണ്ടു കാമാർത്തനായി പുണർന്നു എന്നാണ് പറയുന്നത്. ആര്? മഹാദേവൻ. ഇവിടെ കാമമുണ്ട്. കാമാർത്തനായി മോഹിനിയെ പുണർന്നപ്പോഴാണ് അയ്യപ്പൻ ഉണ്ടായതെന്നാണ് നമ്മുടെ പ്രാർത്ഥനയിൽ പറയുന്നത്. ഇവിടെ ആണ് ചോദ്യം. കാമാർത്തനായിട്ട് മഹാദേവന് പുണരാമെങ്കിൽ, കാമാർത്തനായിട്ട് മഹാദേവൻ പുണർന്ന അതിൽ നിന്ന് ഒരു അയ്യപ്പൻ ഉണ്ടാകാമെങ്കിൽ
എന്തുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കാമാർത്തിയോടുകൂടി പുണർന്നാൽ നല്ല സന്താനങ്ങൾ ഉണ്ടാകുകയില്ല? സ്വാമി എന്താശയമാണ് ഇവിടെ മുന്നോട്ട് വെക്കാനായിട്ട് ഉദ്ദേശിച്ചത്? കാർത്തികേയൻ ഉണ്ടായ കഥ എങ്ങനെയാണ്? നമ്മുടെ മുരുകഭഗവാൻ ഉണ്ടായ കഥ എങ്ങനെയാണ്? കാർത്തികേയൻ ഉണ്ടായ കഥ സതിയുടെ അഗ്നിപ്രവേശത്തിന് ശേഷം ധ്യാനനിമഗ്നനായിട്ട് ഇരുന്ന പ്രപഞ്ചകാര്യങ്ങളിലൊന്നും പ്രപഞ്ചകാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാതെ ധ്യാനനിമഗ്നനായിട്ട് സമാധിസ്ഥനായിട്ട് ഇരുന്ന മഹാദേവനെ കാമം ജനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കാമദേവനെ കൊണ്ട് അമ്പെയ്യിപ്പിച്ച്, കാമദേവന് എയ്യുന്ന അമ്പ് കൊണ്ട് എന്താണെങ്കിലും കാമമാണല്ലോ ഉണ്ടാകുന്നത്, കാമദേവനെ കൊണ്ട് അമ്പെയ്യിപ്പിച്ച് മഹാദേവന് കാമം ജനിപ്പിച്ച് മഹാദേവന് പാർവതീദേവിയെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറാകുന്നതായിട്ടുള്ള കഥ ശിവപുരാണത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയും കാമമല്ലേ, കാമത്തിൻ്റെ ഫലമായിട്ടല്ലേ കാർത്തികേയൻ ഉണ്ടാകുന്നത്. ഈ സ്ത്രീകൾ കുളിക്കാൻ നിൽക്കുന്ന സമയത്ത് ആ സ്ത്രീകൾ കുളിക്കുന്ന കണ്ടിട്ട് സ്ഖലനമുണ്ടായ ഋഷി ആ സ്ഖലനമുണ്ടായ ബീജം കിണ്ടിക്കകത്ത് എടുത്തു വെച്ചിട്ട് ആ കിണ്ടിയുടെ ബീജം ഉപയോഗിച്ച് സൃഷ്ടിച്ച ആൾക്കാർ വലിയ ഋഷിമാരായിട്ട് മാറിയ കഥകൾ നമുക്ക് പുരാണങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ ആണ് ചോദ്യം, സ്വാമി എന്താശയമാണ് ഇവിടെ മുന്നോട്ട് വെക്കാനായിട്ട് ഉദ്ദേശിച്ചത്? എന്ത് സന്ദേശമാണ് ഇതുകൊണ്ട് ചിദാനന്ദപുരി സ്വാമികൾ സമൂഹത്തിന് നൽകാൻ ഉദ്ദേശിച്ചത്? എന്ത് പ്രാധാന്യമാണ് ഇവിടുന്ന്? ഇത് കേട്ടവർക്ക് എന്താണ് ഉൾക്കൊള്ളാൻ പറ്റിയത്? ഇത് കേട്ടവരൊക്കെ അടുത്ത ദിവസം മുതൽ പോയിട്ട് കുട്ടികളെ ഉണ്ടാക്കാൻ നേരത്ത് ഈ കാമചിന്തയൊക്കെ വെടിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യും എന്ന് സ്വാമി വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ കൺഫ്യൂഷനുകളിലെ കഴിഞ്ഞും ഉപരി നമ്മുടെ ആചാര്യന്മാരെക്കുറിച്ചും നമ്മുടെ പുരാണ ഇതിഹാസ ശാസ്ത്രങ്ങളെക്കുറിച്ചിട്ടും വളരെ തെറ്റായതും മോശമായിട്ടും ഉള്ള ഒരു ചിത്രം സാധാരണക്കാരായിട്ടുള്ള യുവാക്കളുടെയും പുതുതലമുറയുടെയും മുന്നിലേക്ക് വെക്കുവാനായിട്ട് കാരണമാകുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഈ ഒരു പ്രഭാഷണം കേൾക്കാനായിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് വെച്ചു. ഇങ്ങനെ ഒരു പ്രഭാഷണം കേട്ടിട്ട് എൻ്റെ സുഹൃത്ത് എന്നോട് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തുത്തരമാണ് കൊടുക്കാൻ പറ്റുന്നത്? ഉത്തരം കൊടുക്കാം, സ്വാമിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുമായിരിക്കും. തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. അതങ്ങനെ പറഞ്ഞിരിക്കുന്നു, ആ കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാമമല്ല ആ കാമം എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് നമുക്ക് ഉരുളാൻ കിടന്നുണ്ട്. ഈ ഉരുളിച്ചല്ലാതെ ഇതിനെന്താണ് ഒരു ഉത്തരവുള്ളത്? ഈ ആധ്യാത്മിക ആചാര്യന്മാരോട്, സ്വാമി ചിദാനന്ദപുരി സ്വാമിയോട് അടക്കം വളരെ വിനയപുരസ്കരം നിങ്ങളൊക്കെ ചെയ്യുന്ന ആധ്യാത്മിക പ്രവർത്തനങ്ങളെയും സമൂഹത്തിനെ ഉദ്ധരിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും എല്ലാം അതിനെ നല്ല രീതിയിൽ കണ്ടുകൊണ്ട് പറയുന്ന ഒരു കാര്യം, നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുവാനായിട്ട് താല്പര്യമുള്ള അനേകം ആൾക്കാരിപ്പോൾ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്, യുവതലമുറകൾ വളർന്നു വരുന്നുണ്ട്. ഇവരുടെ മുന്നിലേക്ക് നിങ്ങളൊരു ആശയം വെക്കുമ്പോൾ അത് പലവട്ടം ആലോചിച്ചിട്ട് അത് യുക്തിഭദ്രമായിട്ട്, യുക്തി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ശാസ്ത്ര യുക്തിയല്ല ഞാൻ പറയുന്നത്, എല്ലാം ടെസ്റ്റ് കൊണ്ട് പരീക്ഷിച്ച് നോക്കി അത് യുക്തിഭദ്രമായിരിക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. സാമാന്യ യുക്തിക്ക്, സാമാന്യ ജനതയ്ക്ക് ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സന്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് ഇപ്പം അവർ നിൽക്കുന്ന തലത്തിൽ നിന്ന് അവരെ ഉയർത്തുവാൻ വേണ്ടിയിട്ടുള്ള ചിന്തകളാണ് ആധ്യാത്മിക ആചാര്യന്മാർ മുന്നിലോട്ട് വെക്കേണ്ടത്. ഭഗവാൻ ശ്രീകൃഷ്ണന് ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസംഗിനാം. കർമ്മസംഗികളായിട്ടുള്ള എന്നെ പോലെയുള്ള അജ്ഞാനികൾക്ക് ബുദ്ധിഭേദം അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആചാര്യന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത്. ഇപ്പം സ്വാമി അല്ലെങ്കിൽ ആധ്യാത്മിക ആചാര്യന്മാരൊക്കെ ഇത് കേൾക്കുന്നുണ്ട് വിചാരിക്കും, ഇവർ ഞങ്ങൾ ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവൻ ഇത് മാത്രം ആണോ ചകഞ്ഞെടുത്ത് കേട്ടത് ശ്രദ്ധിച്ചത്? ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ വരുന്ന ചോദ്യമല്ല, സ്വാമിയുടെ ഈ പ്രഭാഷണം കേൾക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുടെ ഉള്ളിൽ വന്ന ചോദ്യങ്ങളാണിത്. സ്വാമിയുടെ ഈ പ്രഭാഷണത്തിൻ്റെ താഴെയിൽ വന്നിട്ടുള്ള കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു കാര്യം പറയുമ്പോഴുള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വാമി പറയുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് എന്ന് ഇത് പുള്ളി ഇങ്ങനെ പറഞ്ഞ ആളല്ലേ, അതായത് അങ്ങനെ ഒരു ധാരണ ഉണ്ടാകും. അതുകൊണ്ട് ഈ ഹിന്ദു സമൂഹത്തിനോടും ഈ നമ്മുടെ സമാജത്തിനോടും സ്നേഹവും കടപ്പാടും സമാജം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നും ആഗ്രഹമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ചിന്ത മുന്നിലോട്ട് വെച്ചു എന്നേ ഉള്ളൂ. എനിക്കറിയാം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അനേകം വിമർശനങ്ങൾക്ക് നമ്മൾ
വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. എന്തായാലും ഇതിൻ്റെ പേരിൽ വരുന്ന വിമർശനങ്ങളെയും ഇതിൻ്റെ പേരിൽ വരുന്ന അവഹേളനങ്ങളെയും എല്ലാം ഞാൻ പൂമാല പോലെ സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. അടുത്ത ഒരു വീഡിയോയിൽ അടുത്ത കുറേ ചോദ്യങ്ങളുമായിട്ട് നമ്മൾക്ക് കാണാം. നമസ്കാരം.